പി.വി. അൻവർ എന്നത് അടഞ്ഞ അധ്യായം എന്ന് ആവർത്തിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് വ്യക്തമാകുന്നത്. വിഷയത്തിൽ കോൺഗ്രസിലും യു.ഡി.എഫിലും ആശയക്കുഴപ്പം പല രീതിയിൽ ഇപ്പോഴും തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ്. അൻവറിന് മുൻപിൽ യു.ഡി.എഫിന്റെ വാതിൽ അടഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും പറയുമ്പോഴും ഇനിയും സമവാക്യം ചർച്ചകൾക്ക് സമയമുണ്ടെന്നാണ് കേൾക്കുന്നത്. മുതിർന്ന നേതാക്കളൊന്നും പ്രത്യക്ഷത്തിൽ അൻവറുമായി ഒരു ചർച്ചയും നടത്തുന്നില്ല. എന്നാൽ കോൺഗ്രസിനെ ആകെ ഞെട്ടിക്കുന്ന നീക്കമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. പ്രമുഖ നേതാക്കൾ ഒട്ടേറെ പേരുള്ളപ്പോൾ ഏറെ ജൂനിയറായ രാഹുൽ എന്തിന് ഒരു ചർച്ചയ്ക്ക് പോയി എന്നത് പാർട്ടിക്കുള്ളിൽ വലിയ വിവാദമാണ്. അർദ്ധരാത്രി അൻവറിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയ രാഹുൽ ഗുഡ് നൈറ്റും പറഞ്ഞ് മടങ്ങുകയും ചെയ്തു. അൻവറിന്റെ വിരട്ടൽ വകവെക്കില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി പ്രസിഡന്റുമാണ് ഇതോടെ പ്രതിരോധത്തിലായത്. രാഹുലിനെ തള്ളിപ്പറയുകയും ശാസിക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്ത് സതീശനും സണ്ണിയും അനിഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്വന്തം നിലയിൽ അൻവറിന്റെ വീട്ടിൽ പോയി എന്നാണ് രാഹുൽ ഇതിന് വിശദീകരണമായി പറഞ്ഞത്. പാർട്ടിയും മുന്നണിയും ഒരു ശക്തമായ നിലപാടെടുക്കുകയും കേരളത്തിൽ ആകെയുള്ള അണികൾ അതിൽ ആവേശം കൊള്ളുകയും ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്തിന് അതിന് തുരങ്കം വച്ചു എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും ഇനിയും മറുപടി പറയേണ്ടി വരും. അർദ്ധരാത്രിയിലെ സന്ദർശന വിഷയത്തിൽ ഇനി ആരും പ്രതികരിക്കേണ്ടില്ല, വിഷയം കഴിഞ്ഞെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല. കാത്തിരുന്ന ആയുധം CPM-നെ കൊണ്ട് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഭംഗിയായി അവർ ഉപയോഗിക്കുന്നുമുണ്ട്. മുന്നിലേക്ക് പോകുകയായിരുന്ന കോൺഗ്രസിനെ പിന്നിലേക്ക് വലിക്കുന്ന നീക്കമാണ് ഒരു യുവ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇതോടെ രാഹുൽ പാർട്ടിയിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വി.ഡി. സതീശനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ സജീവമായി തന്നെ ഉണ്ട് എന്നത് സത്യമാണ്. ഇക്കൂട്ടർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. കൃത്യമായ അധികാര കേന്ദ്രത്തിൽ നിന്ന് സംരക്ഷണം എന്ന ഒരു ഉറപ്പ് ലഭിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു തുടക്കക്കാരൻ എങ്ങനെ ഒരു നീക്കം നടത്താൻ ഒരുങ്ങില്ല. ആ ഉറപ്പ് കേരളത്തിൽ നിന്നാണോ ഡൽഹിയിൽ നിന്നാണോ എന്നാണ് ഇനി അറിയേണ്ടത്. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗോഡ്ഫാദർ. അങ്ങനെയുള്ളപ്പോൾ ഷാഫി അറിയാതെ രാഹുൽ ഒരിക്കലും അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും രാഹുലിനെ തള്ളി പറഞ്ഞിരുന്നു. പിണറായി സത്തിനെതിരെ നിലപാടെടുക്കുന്ന നേതാവ് എന്ന നിലയിലാണ് അൻവറിനെ കണ്ടതെന്നായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല അൻവറിനെ കണ്ടതെന്നും രാഹുൽ പ്രതികരിക്കുകയുണ്ടായി. അൻവറിന്റെ കാല് പിടിക്കാനല്ല പോയത്, അത് ഇടതു നേതാക്കളുടെ ശീലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും രാഹുൽ എന്തിനാണ് അൻവറിനെ കണ്ടത് എന്ന ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നത്. അൻവർ വിഷയത്തിൽ കോൺഗ്രസ് ഏറെക്കുറെ സേഫ് ആയ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു രാഹുൽ മീൻ പിടിക്കാൻ ഇറങ്ങി കുളം കലക്കിയത്. CPM-നും BJP-ക്കും ഒരു സുവർണ അവസരം കൂടി ഇട്ടുകൊടുക്കുകയായിരുന്നു രാഹുലിന്റെ ഈ ഇടപെടൽ. സ്വന്തം നിലയിലെ വ്യക്തിപരിചയത്തിന്റെ പേരിലുള്ള സന്ദർശനം എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അൻവർ രാഹുൽ കൂടിക്കാഴ്ചയുടെ ബുദ്ധികേന്ദ്രമാരെന്നതാണ് രാഷ്ട്രീയ കേരളം ചികയുന്നത്.